എന്നാൽ ഈ സ്വപ്നത്തിൽ നമ്മുടെ ഒരു പാർട്ടിനും ഒരു ബന്ധവുമില്ല. എന്നാൽ സ്വപ്നം ആക്റ്റീവാണ്. അപ്പം തോട്ട്സുകൾ ആക്റ്റീവാണ്. ബ്രെയിൻ എന്ന് പറയുന്ന ശരീരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇതൊന്നും ആക്റ്റീവ് അല്ല. അതുകൊണ്ട് ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പം എന്തോ അവർ പഠിച്ചതിലൊരു വലിയൊരു കുറവുണ്ട്. അത് മനസ്സിലാക്കുക നമ്മൾ. ഞാൻ ഏതായാലും അത്തരം വിഷയങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. നമുക്ക് നമ്മുടെ വിഷയം തന്നെ ധാരാളം പഠിക്കാനുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം. അപ്പം എന്താണ് ഭാരതീയ ഋഷിവര്യന്മാർ മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരാളുടെ മനസ്സ് ഉണർന്നു വരുന്ന ബോധത്തിൽ നിന്നാണ്. അത് പറയാൻ കാരണം സ്വപ്നത്തിലും നമുക്ക് ബോധമുണ്ട്, ഉണർന്നിരിക്കുമ്പോഴും ബോധമുണ്ട്, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു വരുമ്പോഴും ബോധമുണ്ട്. അപ്പം ബോധം കോമൺ ആണ്. എന്നാൽ സ്വപ്നത്തിലുള്ള ചിന്തകളല്ല ഉണർന്നിരിക്കുമ്പോഴുള്ള ചിന്തകൾ. ഇനി ഉണർന്നിരിക്കുമ്പോൾ തന്നെ പല ചിന്തകളും മാറി മറയുന്നുണ്ട്. സന്തോഷം, ദുഃഖം. പക്ഷെ ബോധം, ഞാനെന്ന ബോധം എപ്പോഴും അവിടെയുണ്ട്. ദുഃഖിക്കുമ്പോഴും എനിക്ക് ബോധമുണ്ട്, സന്തോഷിക്കുമ്പോഴും ബോധമുണ്ട്. അപ്പോൾ ബോധം അതിലെ കോമൺ ഫാക്ടറാണ്. ആ കോമൺ ഫാക്ടറായ ബോധത്തിൽ നിന്നാണ് ഈ തോട്ട്സുകൾ പുറത്തേക്ക് വരുന്നത്, പ്രകടമാവുന്നത്. അത് പ്രകടമായാൽ പ്രാണനോടുകൂടി ചേർന്നിട്ടാണ്, പ്രാണശക്തിയുമായി ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിൽ വ്യാപിക്കുന്നത്. തലച്ചോറ് മുതൽ കാല് വരെ. നിങ്ങൾ തലയുടെ ഉള്ളിലാണ് മനസ്സെന്ന് പറഞ്ഞാൽ തെറ്റും. കാലിൻ്റെ പെരുവിരലിന് ഒരു ചവിട്ട് കിട്ടിയാൽ അവിടെയും വേദന വരും. അപ്പം അവിടുത്തെ ആ വേദന നമ്മളൊരു പറയും നമ്മുടെ തലച്ചോറ് അതായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഈ തലച്ചോറ് അവിടുന്ന് കണക്ട് ചെയ്തുകൊണ്ടാണല്ലോ ഈ മനസ്സ് നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നത്. വേദന നമുക്ക് കാലിലാണല്ലോ അനുഭവപ്പെടുന്നത്, തലയിലല്ലല്ലോ അനുഭവപ്പെടുന്നത്. അപ്പോൾ അവിടെ വേദന അനുഭവപ്പെടണമെങ്കിൽ, അവിടെ അത്രയും സെൻസിറ്റീവായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ മൈൻഡ് അവിടെ എത്തണം. മൈൻഡ് അവിടെ തന്നെ നിൽക്കും. നിങ്ങൾ നോക്കൂ, വേദനിക്കുന്ന ഒരാളുടെ മനസ്സെപ്പോഴും ആ വേദനയുള്ള ഭാഗത്ത് തന്നെയായിരിക്കും. അപ്പം കാലിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ വറീഡായിരിക്കും. ഓ എൻ്റെ കാല് വേദനിക്കണം. കാലിൽ തന്നെയാണ് മനസ്സിരിക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോയി നമ്മളത് ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഡോക്ടർ പറയും അനസ്തീഷ്യ തരണമെന്ന്. കാരണം അത്രയും പെയിൻ ഉള്ളതുകൊണ്ട് ആ ഭാഗം അങ്ങോട്ട് മരവിപ്പിക്കുമ്പോൾ, പ്രാണനിലൂടെ മനസ്സ് പ്രവർത്തിക്കുന്നത് ഇല്ലാതാകുമ്പോൾ, ശ്രദ്ധിക്കണം, പ്രാണനിലൂടെ മനസ്സ് പ്രവർത്തിക്കുന്നത് ഇല്ലാതെയാകുമ്പോൾ നമുക്ക് വേദന അറിയുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷനൊക്കെ, ആ ഓപ്പറേഷനിൽ അനസ്തീഷ്യ കൊടുക്കുമ്പോൾ ആ ഭാഗം മരവിപ്പിക്കുകയാണ്. അപ്പോൾ പിന്നെ പ്രാണൻ അതിലൂടെ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രാണന്റെ ഫ്ലോയിലൂടെ മനസ്സ് പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് ആ ഭാഗത്തേക്കുള്ള മൈൻഡിന്റെ പ്രവർത്തനം ഡിസ്കണക്റ്റ് ആകുമ്പോഴാണ് നമ്മളെ വേദനകൾ ബാധിക്കാത്തത്. സമ്മതിക്കില്ലേ നിങ്ങൾ? ഇത് സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. ചില ആളുകൾക്ക് അവരുടെ നെർവസ്